ഹായ്. ഇനി ആർക്കെങ്കിലും നീതി കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിന് മുന്നിൽ യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടവരെയും കൂടെ പരിഹസിക്കുകയാണ്. പോലീസിനെയും പൊതുജനത്തിനെയും പറ്റിച്ചുകൊണ്ട് എന്തിനാണ് ഇവളിത് ചെയ്തത്? എനിക്കത് പറഞ്ഞേ പറ്റൂ. കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറെ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന്. സത്യത്തിൽ ഇവൾ ഇപ്പൊ പറയുന്നതാണോ, കുറച്ച് മുമ്പ് പറഞ്ഞതാണോ, ഇനി പറയാൻ പോകുന്നതാണോ, ഏത് സത്യം ഒരു പിടുത്തമില്ല. ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഫേക്കാണെന്നുള്ളത്. ആരെയാണ് ഇവൾ രക്ഷിക്കാൻ നോക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവൾ ചെയ്തത്? നമുക്കൊരു പിടുത്തമില്ല. ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ശരിയായ പ്രവൃത്തിയല്ല. ഭർത്താവിന്റെ വീട്ടുകാർ കേബിൾ വെച്ച് കഴുത്തിൽ ചുറ്റിമുറുക്കി എന്നൊക്കെ പറഞ്ഞ ഒരു ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് കണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ അവൾ ചെയ്തത്? ഇപ്പൊ പറയുന്നു രാഹുലിനെ അവൾക്ക് മറക്കാൻ കഴിയില്ല, അകറ്റി നിർത്താൻ പറ്റില്ല എന്ന്. അങ്ങനെയെങ്കിൽ എന്തിനിത് ചെയ്തു? അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. എന്നെ തല്ലി. ഭർത്താവിന്റെ വീട്ടുകാർ നിർബന്ധിച്ചാണ് ഇത് പറയുന്നെങ്കിൽ സ്വന്തം വീട്ടുകാരെ രക്ഷിക്കണ്ടേ? സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ഇത് പറഞ്ഞെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരെ രക്ഷിക്കണ്ടേ? അപ്പം എന്തെങ്കിലും മറ്റ് ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ പൊതുജനത്തിന് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം. അതാണ് പോലീസ് ചെയ്യേണ്ടത്. നീതി കിട്ടേണ്ടവർ മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഫ്രോഡുകൾ രംഗത്തോട്ട് വരുന്നു. അവർക്ക് തോന്നിവാസം കാണിക്കാനുള്ളൊരു വേദിയായി മാറിയിരിക്കുന്നു. തക്കതായ ശിക്ഷ കൊടുത്തിട്ട് തുല്യനീതി ഉറപ്പാക്കുക. ഓക്കെ.